അസ്സലാമു അലൈക്കും ഉസ്താദേ. എന്റെ സംശയം എന്ന് വെച്ചാല് മുജാഹിദുകൾ സാധാരണ ആരോപിക്കുന്നത് ഇമാമിയങ്ങളുടെ അഭിപ്രായം തങ്ങൾക്ക് അനുകൂലമായാൽ ഞങ്ങൾ സുന്നികൾ സ്വീകരിക്കും, എന്നാൽ നമ്മുടെ വിരുദ്ധമായ ഇമാമിയങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ അത് തള്ളുകയും ചെയ്യും. അവര് ചോദിക്കുന്നതെന്ന് വെച്ചാല് ഇസ്തിഗാസയുടെ കാര്യത്തിൽ ഇമാം നബവിയുടെ അഭിപ്രായം സ്വീകരിക്കുന്ന നമ്മള് എന്തുകൊണ്ട് തസ്ബീഹ് നിസ്കാരത്തിൽ ഇമാം നബവിയുടെ അഭിപ്രായം സ്വീകരിക്കുന്നില്ല? അതുപോലെ പല മസാലകളും പറയുന്നു. അപ്പൊ എന്റെ സംശയം എന്തെന്ന് വെച്ചാല് ഈ ഷാഫിഈ മസ്ഹബിൽ ഇമാമിയങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ അപ്പൊ അതിൽ ആരുടെ അഭിപ്രായമാണ് പ്രബലമായ അഭിപ്രായം? ഒന്നുകൂടി വിശദീകരിക്കാൻ പറ്റുമോ ഉസ്താദേ? ഉള്ളത് വലിയ വിശദീകരണം ആവശ്യമുള്ള ചോദ്യങ്ങളാണ്. എന്റെ സൗണ്ടിന്റെ ആരോഗ്യനില ഇപ്പോ ഒരു വിശാലമായ അവതരണത്തിന് തടസ്സമാണ്. അന്ന് മറ്റു ഉസ്താദുമാരില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി മാത്രം ആ കാര്യം എന്ന് പറയാം. ഇമാമിയങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഏത് ഇമാമിയങ്ങളെയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രല്ല അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഷാഫി മദ്ഹബ് എന്ന് നമുക്ക് മനസ്സിലാകണം. വഹാബികള് എല്ലാ വിഷയത്തിലും അട്ടിമറി നടത്തുന്നത് പോലെ ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി പറഞ്ഞതാണ്. അങ്ങനല്ല. ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ മാ ദഹബ ഇലൈഹി ഷാഫിഈ വ അസ്ഹാബുഹു മിനൽ അഹ്കാമി ഫിൽ മസാഇൽ, വിവിധ വിഷയങ്ങളിലെ വിധിവിലക്കുകൾ പറയുന്ന കാര്യത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെയും തന്റെ അസ്ഹാബിന്റെയും വീക്ഷണത്തെയാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത്. എന്താ മനസ്സിലായത്? ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ അഭിപ്രായമാണ്? അല്ല. ഷാഫി ഇമാമിന്റെ മാത്രം അഭിപ്രായമല്ല. ഷാഫി ഇമാമിന്റെ കൂടെ അസ്ഹാബ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അത് കേവലം 1, 2, 3, 4 വ്യക്തികളല്ല, അത് വലിയൊരു വിഭാഗമാണ്. അപ്പൊ ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിന്റെ സ്വന്തം അഭിപ്രായങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വഹാബികൾ മനഃപൂർവ്വം ശ്രമം നടത്താറുണ്ട്. അത് നാം തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത് ഷാഫിഈ മദ്ഹബിന്റെ നിദാന ശാസ്ത്രവും അതിന്റെ മുജ്തഹിദീങ്ങളിൽ മുഖ്യനും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആയതുകൊണ്ടാണ്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാത്രമാണ് ഷാഫി ഇമാമിലെ മുജ്തഹിദ് എന്ന് ഷാഫി മദ്ഹബിലെ മുജ്തഹിദ് എന്ന് ലോകത്താരും പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ഞാൻ ഷാഫി ഇമാമിനെ വേറുള്ളതിനോടോ ഷാഫി മദ്ഹബിനെ വേറുള്ളതിനോടോ ഉപമിക്കാൻ ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു പ്രയോഗത്തിന്റെ ഉദാഹരണം കാണിക്കുകയാണ് ഞാൻ. നമ്മുടെ നാട്ടില് ഇന്ദിരാ കോൺഗ്രസ് എന്നും കരുണാകര കോൺഗ്രസ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? മാണി കോൺഗ്രസ്, ഇന്ദിരാ കോൺഗ്രസ്, കരുണാകര കോൺഗ്രസ് അങ്ങനെയൊക്കെ പറയലുണ്ട്. ഈ ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി പറഞ്ഞ ആ അഭിപ്രായത്തിന് മാത്രം നിങ്ങളുടെ കോൺഗ്രസ് ആണോ? അതല്ല അതിന് കമ്മിറ്റി ആലോചനയും മീറ്റിങ്ങും അതിൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാവില്ലേ? മീറ്റിംഗ് ഉണ്ടാവും, കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റി മീറ്റിംഗ് കൂടും, അതിൽ പരസ്പരം ആലോചനകൾ നടത്തും, ചർച്ച ചെയ്യും. അങ്ങനെ തീരുമാനിക്കണതല്ലേ അതിന്റെ നയങ്ങളും അതിന്റെ പദ്ധതികളും ഒക്കെ. പക്ഷെ അതിന്റെ ലീഡർ ഇന്ദിരാഗാന്ധി ആയപ്പോ അല്ലെങ്കിൽ കരുണാകരനായപ്പോ കരുണാകര കോൺഗ്രസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമ് മാത്രം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കണ്ട. അതിന്റെ ലീഡർ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. അതിന്റെ ഉസൂല് നിദാന ശാസ്ത്രം ഉണ്ടാക്കിയത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. അതിന്റെ മുജ്തഹിദീങ്ങളുടെ മേൽപ്പടിയിൽ നിൽക്കുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പൊ ഷാഫി മദ്ഹബിലെ ഇമാമിയങ്ങൾ പലരുമുണ്ട്. ആ ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഇമാമിയങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളെ അതിന്റെ ബലാബലം പരിശോധിച്ചുകൊണ്ട് ഇന്ന അഭിപ്രായത്തിനാണ് മദ്ഹബിൽ മുൻഗണനയുള്ളത് എന്ന് പറയുന്ന ഇമാമിയങ്ങളുണ്ട്. ആ ഇമാമിയങ്ങളിൽ പ്രമുഖനാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം അബ്ദുൽ കരീം റാഫിഈ റളിയല്ലാഹു അൻഹു. അവരെ കുറിച്ചാണ് മുജ്തഹിദുൽ ഫത്വ വ തർജീഹ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മുജ്തഹിദുൽ
തർജീഹ്, മദ്ഹബിലെ ഫത്വയിൽ ഗവേഷണം നടത്തുന്നവർ, തെർജീഹിന്റെ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഷാഫിഈ ഇമാമും അസ്ഹാബും ഒക്കെ പറഞ്ഞു വെച്ച അഭിപ്രായങ്ങളിൽ മദ്ഹബിലെ മുഅ്തമദ്, മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ഏതാണ് എന്ന് പറയലാണ് നബി ഇമാമിന്റെ റാഫി ഇമാമിന്റെ ഒക്കെ പണി. അത് പരിശോധിച്ച് പറയും. അവരുടെ പരിശോധനാ വിഷയം ഷാഫിഈ മദ്ഹബിന്റെ പരിധിക്കുള്ളിലാണ്. അവർ ഖുർആനും ഹദീസും പരിശോധിച്ചുകൊണ്ട് അതിനോട് ഇമാം ഷാഫി പറഞ്ഞത് യോജിച്ചിക്കണോ എന്ന് നോക്കണ പണി നബി ഇമാമിനില്ല, റാഫി ഇമാമിനില്ല. നേരെ മറിച്ച് ഷാഫിഈ മദ്ഹബിൽ ഇമാമിയങ്ങളിൽ നിന്ന് ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ കാണുമ്പോൾ അതിൽ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം ഏതാണ് എന്ന് പരിശോധിക്കുന്ന പണിയാണ് ബഹുമാനപ്പെട്ട നബി ഇമാമിന്റെ പണി. അതേ പണിയാണ് റാഫി ഇമാമിന്റെ പണി. അപ്പോ ഒരു വിഷയത്തിൽ ഇതാണ് മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം എന്ന് നബി ഇമാമും റാഫി ഇമാമും ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. അതേ സ്ഥാനത്ത് ഇമാം നബിയും ഇമാം റാഫിയും ഒരു വിഷയത്തിൽ മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം ഏതാണ് എന്നതിൽ രണ്ടഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നബവി ഇമാമിന്റെ അഭിപ്രായത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു രീതി ഉണ്ട്. മനസ്സിലായോ? ഏതെങ്കിലും കിതാബിൽ എന്തെങ്കിലും കാണുമ്പോഴേക്കിന് അങ്ങനെ ഉണ്ട് തറണക്കാണ്ട് നെല്ലും പതിരും വേർതിരിക്കാതെ പറയുന്ന ഒരു ശൈലിയല്ല ലോകത്തെ ഒരു മദ്ഹബിനും. അതൊക്കെ മനസ്സിലാക്കുക. അല്ലാതെ വലുത്തുന്ന ഇടത്തോട്ട് ഇത് ഏതെങ്കിലും കിതാബിൽ എന്തെങ്കിലും കാണുമ്പോഴേക്ക് അങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഉറഞ്ഞുകൊള്ളുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ദീന് മനസ്സിലാക്കുന്നത് കർമ്മശാസ്ത്രത്തിൽ നിന്നാണ്. ആ ദീനിന്റെ കർമ്മങ്ങൾ മനസ്സിലാക്കുന്നത് കർമ്മശാസ്ത്രത്തിൽ നിന്നാണ്. ആ കർമ്മശാസ്ത്രത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ആ രീതികളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് ഇപ്പറഞ്ഞ ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരായ മുജ്തഹിദുൽ ഫത്വ വ തർജീഹിന്റെ പദവിയിലിരിക്കുന്ന ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരണം എഴുതിയത്. അങ്ങനെയാണ് നബി ഇമാമിന്റെ മിൻഹാജിന് ലോകത്ത് എത്രയോ അധികം ശറഹുകൾ വന്നു. ആ ശറഹുകൾ നോക്കിയിട്ടാണ് നമ്മൾ മദ്ഹബിലെ മുഅ്തമദ് കണ്ടെത്തുന്നത്. ആ ശറഹുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇബ്നുങ്ങളുടെ തുഹ്ഫ, അതുപോലെ തന്നെ റംലി ഇമാമിന്റെ നിഹായ, ഖതീബ് ശർബി തങ്ങളുടെ മുഗനി, അതുപോലെ തന്നെ മഹല്ലി ഇമാമിന്റെ ഷറഹ്, അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് എത്ര ഷറഹുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ 3 എണ്ണമാണ്. അതിൽ നിന്ന് മുഅ്തമദ് മാത്രം പറയുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള കിതാബുകൾ, മുഅ്തമദിനെ പ്രത്യേകം എടുത്തു കാണിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള കിതാബുകൾ. അതുകൊണ്ട് പ്രബലമായ മസ്അല കണ്ടെത്താൻ അത്തരം കിതാബുകളെയാണ് നാം അവലംബിക്കേണ്ടത് എന്ന് ലോകത്തെ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ എല്ലാവരും ഏകോപിച്ചു പറഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ള വിഷയമാണ്. അത് വളരെ വിശാലമായ ഒരു ചർച്ചാ വിഷയമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കൂടുതൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സൗണ്ടിന് പ്രശ്നമുള്ളതാണ് പ്രധാന കാരണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് വിശദമായി നമുക്ക് ആ കാര്യങ്ങൾ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തസ്ബീഹ് നിസ്കാരം തെറ്റാണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു എവിടെയും പറഞ്ഞിട്ടില്ല. ഇമാം നബിയുടെ കിതാബുൽ അദ്കാറിൽ നിസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തസ്ബീഹ് നിസ്കാരവും പഠിപ്പിക്കുന്നുണ്ട് എന്ന് മൗലവിമാരെ ചെവിക്കുന്നിക്ക് പിടിച്ചിട്ടാണ് പറഞ്ഞു കൊടുത്താൽ കണ്ണ് തുറന്നിട്ടേ സലാമത്തായി. കേട്ടാ, അത്രയേ ഉള്ളൂ. ഇമാം നബിന്റെ കിതാബുൽ അദ്കാർ എടുത്തു നോക്കാൻ പറയും. ആ കിതാബിലെ തസ്ബീഹ് നിസ്കാരത്തെ പറ്റി ഇമാം നബി പറയുന്നുണ്ട്. അതിന്റെ സനദടക്കം നബി ഇമാമ് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ നബി ഇമാമ് പറഞ്ഞതിനെ നിങ്ങൾ ഇടക്ക് സ്വീകരിക്കണില്ല എന്നൊക്കെയാ പരാതി. അതൊക്കെ മദ്ഹബ് എന്താന്ന് മനസ്സിലാകാത്തോണ്ടാ. കേട്ടാ, മദ്ഹബ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞതിനാണ്ട് സ്വീകരിക്കലല്ല. മനസ്സിലാക്കിക്കോ മൗലവിമാരെ. മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇമാം പറഞ്ഞ സ്വീകരിക്കലല്ല. ഇമാമ് ചിലപ്പോ ചില കാര്യങ്ങൾ മദ്ഹബിന്റെ പൊതുവീക്ഷണത്തോട് യോജിച്ചുകൊണ്ട് പറയുന്ന ഇമാമ് ചില വിഷയങ്ങളിൽ മാത്രം ഇമാമ് മദ്ഹബിന്റെ പൊതുവിഷയങ്ങളോട് യോജിക്കാതെ പറഞ്ഞേക്കും. അങ്ങനെയൊക്കെ പഠിപ്പിക്കണ കിതാബുകളുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയിട്ട് മതി സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർക്കെതിരെ കുതിര കയറാന്. അത് മാത്രമേ ഈ സമയത്ത് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് വിശദമായി ഇത്തരം കാര്യങ്ങളിലെ ചർച്ച മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.